നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാക്ഷരതയുടെ തിളക്കത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ. നഗരസഭയിലെ 90% മുകളിൽ ആളുകൾ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ചു. തുടർച്ചയായി 3-ാം ദിവസവും വൈദ്യുതിയില്ല. നാടൊന്നടങ്കം ഇരുട്ടിൽ തപ്പുന്നു. നോമ്പുതുറ വിഭവങ്ങൾക്കിടയിൽ താരമായി മധുരമൂറും വിദേശ ഇനം പഴവർഗ്ഗങ്ങൾ. കാസർഗോഡ് ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴ കൊടുക്കേണ്ടി വരും. പിഴ ചുമത്തുന്നത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാതെ. പുതുതലമുറയ്ക്ക് താളിയോര ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പുസ്തക പ്രദർശനം. തണലേകാൻ ഇനി മരങ്ങളുണ്ടാകില്ല. പടന്നക്കാട് മരങ്ങളെ ആണിയടിച്ച് കൊല്ലാൻ ശ്രമം. പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി ഭ്രാന്തം ഹ്രസ്വചിത്രം. വാർത്തകൾ വിശദമായി. സമ്പൂർണ്ണ സാക്ഷരതയിൽ കാഞ്ഞങ്ങാട് നഗരസഭ. നഗരസഭാ പരിധിയിലെ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ തദ്ദേശ സ്ഥാപനമായി പ്രഖ്യാപിച്ചത്. നഗരസഭ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ കെ ദിവ്യയാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത്. അതുല്യം പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം അക്ഷരോത്സവം പൊതുപരീക്ഷയിലൂടെ 90% മുകളിൽ ആളുകൾ 4-ാം തരം പാസ്സായതോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഈ നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി 2014-15 വർഷം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തിയ അതുല്യം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയിലൂടെ 2ാം ഘട്ടം ഭാഗമായി 2015 ജൂൺ 7 നടന്ന അതുല്യം അക്ഷരോത്സവം പൊതുപരീക്ഷ എഴുതി 244 പേർ 4-ാം തരം പരീക്ഷ വിജയിച്ചു. ഇവരോടൊപ്പം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 4-ാം തരം പരീക്ഷയിൽ വിജയിച്ചവരുടെ എണ്ണം കൂടി കണക്കാക്കുമ്പോൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരുടെ ആകെ എണ്ണം 90% മുകളിൽ ആയതിനാൽ മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി പ്രഖ്യാപിക്കുന്നു. നഗരസഭാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. ബല്ല ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി സർവീസിൽ നിന്നും വിരമിച്ച നഗരസഭാ വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടിയായ ബാലകൃഷ്ണൻ മാസ്റ്ററെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ശോഭ, T. കുഞ്ഞികൃഷ്ണൻ, N. സുലേഖ, അനിൽ വാഴുന്നോറടി, നഗരസഭാ സെക്രട്ടറി S. സുബോധ്, ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. C. ജാനകിക്കുട്ടി സ്വാഗതവും K. A. സുരേഷ് നന്ദിയും പറഞ്ഞു. ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവുമില്ലാതെ KSEB. തുടർച്ചയായി 3-ാം ദിവസവും കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങി. നാടൊന്നടങ്കം ഇരുട്ടിൽ തപ്പുന്നു. ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി മുടക്കം പതിവായതോടെ നാടും നഗരവും തുടർച്ചയായി 3-ാമത്തെ ദിവസവും ഇരുട്ടിലായി. ഇടയ്ക്ക് വന്നു നോക്കുന്ന വൈദ്യുതി അധികം വൈകും മുമ്പ് പോവുകയും ചെയ്യുന്നു. ശക്തമായ കാറ്റിൽ പല ദിക്കിലും മരങ്ങൾ കടപുഴകി വീണതോടെയാണ് വൈദ്യുതി വിതരണം താറുമാറായത്. ചെർക്കള സെക്ഷന്റെ പരിധിയിൽ ബോവിക്കാനം, പൊവ്വൽ, ഇരിയണ്ണി, കാനത്തൂർ, പായർപ്പള്ളം, കോട്ടൂർ, മല്ലം, നെല്ലിക്കട്ട, ഇടനീർ, ബാവിക്കര, ആലൂർ, മൂലനടുക്കം ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. നോമ്പുകാലത്തെ വൈദ്യുതി മുടക്കം വിശ്വാസികളെയും ഏറെ ബാധിച്ചു. നോമ്പുതുറയുടെ സമയത്തും പ്രഭാതങ്ങളിലെ അത്താഴ നേരത്തും വൈദ്യുതി ഇല്ലാത്തത് ദുരിതമാകുന്നു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ചെർക്കളം നാട്ടുകാർ ഓവർസിയറെ ഓഫീസ് മുറിയിൽ പൂട്ടിയിരുന്നു. പൊവ്വലിൽ നാട്ടുകാർ റാന്തൽ വിളക്കേന്തി പ്രകടനം നടത്തി. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവുമില്ലാത്തത് കാരണം തങ്ങൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ലെന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. നെൽകൃഷിയുടെ ശാസ്ത്രീയ രീതികൾ അറിയാൻ കുട്ടികൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ ഇറങ്ങി. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിതസേനാംഗങ്ങളാണ് പ്രായോഗിക കൃഷിപ്പാടങ്ങൾ അറിഞ്ഞത്. നെൽകൃഷിയുടെ ശാസ്ത്രീയ രീതികൾ അറിയാൻ കുട്ടികൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ ഇറങ്ങി. പിലിക്കോട് C. കൃഷ്ണനായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിതസേനാംഗങ്ങളാണ് കൃഷിയെ അടുത്തറിഞ്ഞത്. വിത്ത് സംഭരണത്തിനായുള്ള കൃഷിയാണ് ഇപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ നടക്കുന്നത്. ഇതിൽ 7 നെല്ലിന്റെ ഞാറുകൾ കുട്ടികൾ തന്നെ പറിച്ചു നട്ടു.
വിത്ത് മുതൽ വിത്ത് വരെ എന്ന പരിപാടിയിലൂടെ നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ഇവർ വയലിലെത്തി കുട്ടികൾ അടുത്തറിയും. ഏഴോം ജൈവ തുടങ്ങിയ വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഡോക്ടർ വനജയാണ് കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളെ ചളിയിലിറങ്ങി എങ്ങനെ ജോലി ചെയ്യാമെന്നുള്ള ഒരു പരിചയമുണ്ട്. രണ്ട് സംഗതികളാണ് ഇതിൽ നടക്കുന്നത്. ഒന്ന്, നമ്മളെ കഴിക്കുന്ന ഭക്ഷണം ഒരു പ്ലേറ്റിൽ ഇത്ര ചോറ് വരുമ്പോൾ അത് ഇതിൻ്റെ പിറകിൽ എത്ര അധ്വാനം ഉണ്ടെന്നും എത്ര വേർപ്പ് ഒഴുക്കുന്നുണ്ടെന്നും ആ കുട്ടികൾ സ്വയം മനസ്സിലാക്കാനുള്ള ഒരവസരം. അതൊന്ന്. പിന്നെ അവരുടെ ആ കളിതമാശയിൽ ചെയ്യുന്നുണ്ടും കൂടി ഭാവിയിൽ അവരത് ശരിക്കും അവരുടെ ലൈഫിൽ അത് കൊണ്ടുവരാനുള്ള ഒരു 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 പ്രേരണ ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്ന്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൃഷി അന്യവൽക്കരണം, അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിലെല്ലാം വിഷമയം, ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് എല്ലാം നമ്മൾ കൈനീട്ടി മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ എത്രമാത്രം വിഷമുണ്ടാകുന്നു. അപ്പോൾ വിഷലിപ്തമായ വിഷവിമുക്തമായ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി കൃഷി ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതും കൂടെയാണ് ഈ ഒരു പരിപാടി പിലിക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ വക നടത്തുന്നത്. GHSS പിലിക്കോടിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നടത്തുന്ന നെൽകൃഷിയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എക്കോ ക്ലബ്ബ് എല്ലാവരും കൂടിയിട്ട് ജയന്ദ്രമാഷും ശോഭ ടീച്ചറും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നെൽകൃഷി ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. അത് പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഈ വർഷം പുതുതായി ഹരിതസേനയിൽ അംഗങ്ങളായ കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത്. നാടൻ പാട്ടുപാടി അവർ ഞാറുനടിൽ ആഘോഷമാക്കി. നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നെൽകൃഷിയും ഇപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ നടന്നു വരുന്നുണ്ട്. ഇതും കുട്ടികൾ കണ്ടറിഞ്ഞു. സ്കൂൾ ഹരിതസേന കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നഗരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി പോലീസ്. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാതെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസിന്റെ പകൽക്കൊള്ള. നോ പാർക്കിംഗ് ബോർഡ് വെക്കാത്ത ദിക്കിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ഈടാക്കുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പോലീസിന്റെ നേതൃത്വത്തിൽ പകൽക്കൊള്ള നടക്കുന്നത്. ഷോപ്പിംഗിനും മറ്റാവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കുകയോ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരിച്ചു വരുമ്പോഴേക്ക് ട്രാഫിക് പോലീസ് വാഹനങ്ങളിൽ പിഴ അടക്കാനുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കും. നഗരത്തിൽ ആദ്യമായി എത്തുന്ന പലരും മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് പാർക്കിംഗ് അനുവദനീയമല്ലെന്നറിയാതെ അബദ്ധത്തിൽ ചെന്നുചാടി പിഴ അടക്കേണ്ടി വരുന്നു. പാർക്കിംഗ് വിലക്കുന്ന ബോർഡ് സ്ഥാപിക്കാതെ അകാരണമായി പിഴ ഈടാക്കുന്ന അധികൃതരുടെ നടപടിയിൽ ജനങ്ങൾ രോഷാകുലരാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ എന്ത് ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവിടെ RTOൻ്റെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ഫൈൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോ പാർക്കിംഗ് ആണ് ഇവിടെ ബോർഡ് വെച്ചതാണെങ്കിൽ നമ്മളിവിടെ പാർക്ക് ചെയ്യില്ലായിരുന്നു. അറിയില്ല, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബോർഡ് ഇല്ലല്ലോ. ഇപ്പോൾ നോ പാർക്കിങ്ങിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന നമ്മളാണ്, ഈ വണ്ടിയും കൊണ്ട് വെക്കുന്ന ആൾക്കാർ. അതിനനുസരിച്ചിട്ട് ബോർഡും സ്ട്രിക്ട്ലി എഴുതി വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കും 100%. കാരണം എന്താ പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ബോർഡ് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കല്ലെന്നും അത് മുനിസിപ്പാലിറ്റിയുടെ പണിയാണെന്നും പറഞ്ഞ് ട്രാഫിക് പോലീസ് ഒഴിഞ്ഞുമാറുന്നു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം ശ്രദ്ധേയമായി. താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പ്രദർശനത്തിനെത്തിയപ്പോൾ കുട്ടികൾക്ക് അത് വേറിട്ട അനുഭവമായി. നെഹ്റു ബാലവേദി സർഗവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വെള്ളിക്കോത്ത് പുസ്തക പ്രദർശനം നടത്തിയത്. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രദർശനം സ്കൂൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. രാമായണത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും പുസ്തക പ്രദർശനം വഴിയൊരുക്കി.
മൺമറഞ്ഞുപോയ വെളിച്ചപ്പാടൻ മുക്കാടൻ കണ്ണന്റെ ശേഖരത്തിൽ നിന്നുള്ളതാണ് പ്രദർശനത്തിനെത്തിച്ച താളിയോലക്കെട്ടുകൾ. പ്രധാനാധ്യാപകൻ വി ഭാസ്കരൻ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ഇനി പുണ്യം തേടി. നോമ്പുതുറ വിഭവങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ വിദേശ ഇനം പഴങ്ങൾ. കാഞ്ഞങ്ങാട്ടെ റംസാൻ വിപണിയിലാണ് ഫലവർഗ്ഗങ്ങൾ എത്തിയത്. റംസാൻ കാലത്ത് നാട്ടിൽ പലതരം നോമ്പുതുറ വിഭവങ്ങൾ കാണാറുണ്ട്. വിവിധ ഇനം പലവർഗ്ഗങ്ങൾ ഇഫ്താറുകളിലും അണിനിരക്കും. അവയ്ക്കിടയിലേക്കാണ് ഈ റംസാൻ കാലത്ത് വിദേശ ഇനങ്ങളായ പഴങ്ങൾ എത്തിയത്. കിവി, റംബൂട്ടാൻ, മംഗോസ്റ്റീൻ, ലിച്ചി, അവക്കാട്ടോ, അമേരിക്കൻ ഇനമായ പിയേഴ്സ് തുടങ്ങിയവ വിപണിയിലെത്തിയ വിദേശ ഫലവർഗ്ഗങ്ങളിൽ ചിലതാണ്. കച്ചവടക്കാർ ഉത്തരേന്ത്യയിൽ നിന്നുമാണ് കൂടുതലായും റംസാൻ വിപണിയിലേക്ക് പഴങ്ങൾ എത്തിക്കുന്നത്. ഈ കൊല്ലത്തെ റമദാൻ വിപണി വളരെ സജീവമാണ്. എല്ലാ വർഷത്തിനെയും പോലെ തന്നെ ഇപ്രാവശ്യം മഴ കൂടുതലുണ്ടെങ്കിലും ബിസിനസ് യാതൊരു കുറവും കാണുന്നില്ല. റമദാനിൽ ബിസിനസ് സജീവമായി നടക്കുന്നുണ്ട്. ഈ വിപണി ഇപ്രാവശ്യം ഐറ്റംസ് കുറവാണെങ്കിലും ബത്തക്കയും വളരെ ചിലവ് കുറവാണ്. ബത്തക്ക, ഷമാമ്, ഈത്തപ്പഴം, പിന്നെ ഇപ്പോൾ പുതുതായി വന്ന് പച്ച ഈത്തപ്പഴം, പിന്നെ കൊറിയൻ ഓറഞ്ച്, അമേരിക്കൻ പിയർ, കിവി, റംബുട്ടാൻ, മാംഗോസ്റ്റ്, പല വിദേശ ഐറ്റംസുകൾ ഇറങ്ങുന്നുണ്ട്. വിദേശികളായ ഈ പഴങ്ങളെ ഒന്ന് രുചിച്ചു നോക്കുന്നതിനും ഉപഭോക്താക്കൾ മടി കാണിക്കുന്നില്ല. രുചിയറിഞ്ഞവർ വില കാര്യമാക്കാതെ വാങ്ങിക്കുന്നുവെന്നതും ഇത്തവണത്തെ റംസാൻ വിപണിയിൽ ഇവർക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. വഴിയോരത്തെ തണൽ മരങ്ങൾ നശിപ്പിക്കാൻ ഗൂഢശ്രമം. പടന്നക്കാട് മേൽപ്പാലത്തിന് സമീപമാണ് ആണിയടിച്ച് തണൽ മരങ്ങളെ കൊല്ലാൻ ശ്രമം നടന്നത്. വഴിയാത്രികർക്ക് തണലൊരുക്കാനായി ഓട്ടോ ഡ്രൈവർമാർ നട്ടുവളർത്തിയ തണൽമരങ്ങളെ ആണിയടിച്ച് കയറ്റി ഉണക്കാൻ സാമൂഹ്യ വിരുദ്ധരുടെ ഗൂഢശ്രമം. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിനരികിലായി ഓട്ടോ ഡ്രൈവർമാർ നട്ടുവളർത്തിയ തണൽമരങ്ങളാണ് സാമൂഹ്യ വിരുദ്ധരുടെ കയ്യേറ്റങ്ങൾക്ക് ഇരയായത്. മരങ്ങളിൽ ആണിയടിച്ച് കയറ്റിയ നിലയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് പച്ചമരത്തിന് ആണിയടിച്ച് കയറ്റിയ കാഴ്ച കണ്ടത്. വേദനാപൂർണമായ കാഴ്ച കണ്ട ഓട്ടോ ഡ്രൈവർമാർ ആണികൾ പിഴുതെടുത്തു. മരങ്ങളെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഡ്രൈവർമാർ ആരോപിച്ചു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ഈ നമ്മുടെ തണലായിട്ട് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നട്ടുപിടിച്ച മരങ്ങൾ ഇന്നലെ രാത്രി ചില സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഇതിനെ മരത്തിന് ആണി നിർമ്മിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ എല്ലാ സമൂഹത്തിലും നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഇത്തരം ഹീനമായ നടപടിക്കെതിരെ പടന്നക്കാട് ഓട്ടോ തൊഴിലാളി കോർഡിനേഷൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെയാണ് ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പടന്നക്കാട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. പ്രതിഷേധ യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള പടന്നക്കാട്, സെക്രട്ടറി രഘു,
മുസ്തഫ, ദിനേശൻ കുറുന്തൂർ, ജലീൽ എം എ, ടി കെ മൊയ്തീൻ കുഞ്ഞി, കെ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം നഗരസഭയുടെ ജൈവനഗരം പദ്ധതിക്ക് തുടക്കമായി. പടന്നക്കാട് കാർഷിക കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ തരിശുനിലങ്ങൾ കണ്ടെത്തി ജൈവ കൃഷിക്കൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ അധ്യക്ഷ വി ഗൌരി ജൈവനഗരം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ടി വി ശാന്ത അധ്യക്ഷയായി. നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ്, ഡോക്ടർ എ എസ് അനിൽകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. വരും തലമുറ ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നത് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് കുട്ടികളോട് വന്നിട്ടുള്ളത്. ആ കുട്ടികളോടൊക്കെ പറയാനുള്ളത് നമ്മൾ തിരിച്ച് നമ്മുടെ മണ്ണിനെ ജൂൺ 5-ാം തീയതി നമ്മുടെ ലോക പരിസ്ഥിതി ദിനം വളരെ 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 വിപുലമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ ലോകമെമ്പാടും. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് ഇത്തരം അവബോധങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും വളരെ വളരെ മടിയന്മാരാണെന്നുള്ളതാണ് തിരിച്ചറിവ്. നഗരസഭാ കൗൺസിലർ ഇ ഷജീർ, അജിത, പി വി സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി അമ്പൂട്ടി, പി വി സുരേഷ് ബാബു, കെ ജാനു, ദാക്ഷായണി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. കെ കാർത്തിയായനി സ്വാഗതവും കൃഷി ഓഫീസർ പി വി അർജിത നന്ദിയും പറഞ്ഞു. ചേരങ്കി കടപ്പുറത്ത് കടൽ ഇളകി മറിയുന്നു. നിരവധി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശം. റവന്യൂ വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. മഴ ശക്തമായതോടെ കടൽക്ഷോഭവും ശക്തമായി. ജില്ലയുടെ വിവിധ ദിക്കുകളിൽ രൂക്ഷമായ കടലാക്രമണമാണ് അനുഭവപ്പെടുന്നത്. ഇതോടെ തീരദേശം ഭീതിയിലായി. കാസർഗോഡ് ചേരങ്കൈ കസബ കടപ്പുറത്ത് കടൽ കലി തുള്ളുന്നു. ഇവിടങ്ങളിൽ നിന്നും 8ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. 130ഓളം വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ ADM H ദിനേശൻ, തഹസിൽദാർ കെ അംബുജാക്ഷൻ, വില്ലേജ് ഓഫീസർമാരായ M പ്രകാശൻ, ശശിധര പണ്ഡിറ്റ് എന്നിവർ സന്ദർശിച്ചു. അനിശ്ചിതകാല പണിമുടക്കിന് അധ്യാപകരും ജീവനക്കാരും നോട്ടീസ് നൽകി. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി ജൂലൈ 23 മുതലാണ് പണിമുടക്ക്. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക് നടക്കുന്നത്. ജീവനക്കാർ പണിമുടക്കിന് 1 മാസം മുൻപ് തന്നെ തഹസിൽദാർ മുൻപാകെ നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച രാവിലെ ആക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെയും നേതൃത്വത്തിലാണ് സമരത്തിന് നോട്ടീസ് നൽകിയത്. തഹസിൽദാർ VM സുകുമാരൻ മുൻപാകെയാണ് നോട്ടീസ് നൽകിയത്. AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V നാരായണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാരാണ് UDF-ന്റെ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ച് 2 വർഷത്തോട് അടുക്കുമ്പോഴും ഇതിനൊരു രൂപവുമാവാത്ത സാഹചര്യത്തിൽ ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ട് അനുഭവമുള്ള ആളുകൾ എന്ന നിലയിൽ UDF സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും കിട്ടാനിരിക്കുന്ന പലതും ഇവർ നിഷേധിക്കും എന്ന മുന്നറിവിന്റെ വെളിച്ചത്തിലാണ് ഇത്തരം പ്രക്ഷോഭവുമായിട്ട് കേരളത്തിലെ അധ്യാപകരും സർക്കാർ ജീവനക്കാരും മുന്നോട്ട് വന്നിരിക്കുന്നത്. A വേണുഗോപാലൻ, AK ആൽബർട്ട്, VK രാജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ബീഡിയുടെ മേൽ ചുമത്തിയ നികുതി വർധന പിൻവലിക്കണമെന്ന് ബീഡി ലേബേഴ്സ് യൂണിയൻ. ഹോസ്ദുർഗ് താലൂക്ക് വാർഷിക സമ്മേളനത്തിന് സമാപനം. സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ഹോസ്ദുർഗ് താലൂക്ക് BD ലേബർ യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മിനിമം വേതനം 300 രൂപയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മക്കളോ മറ്റാളുകളോ പുകവലിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. പരസ്യമായിട്ട് നമ്മളിത് പറയുന്നില്ല എന്ന് മാത്രമേ. നമ്മളാരും നമ്മളെ മക്കളെ നിർബന്ധിച്ചിട്ട് പുകവലിച്ചോളൂ എന്ന് പറയില്ല. മറ്റേതെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ലല്ലോ, മറ്റേതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയല്ലല്ലോ. അപ്പം അത് സംബന്ധിച്ച് ഒരു പൊതു അവബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാരണം,
ഗവൺമെന്റിന്റെ നിരോധനവും നിയന്ത്രണവും പ്രചാരവേലയും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ലോകാരോഗ്യ സംഘടന ഒരു ദിവസം ലോകത്തിൽ ഒരു വർഷത്തിൽ ഒരു ദിവസം പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. AK നാരായണൻ അധ്യക്ഷനായിരുന്നു. P നാരായണൻ, P ശാന്താകുമാരി, M രാമൻ, M ഗംഗാധരൻ, T കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P അപ്പുകുട്ടനെ ചടങ്ങിൽ അനുമോദിച്ചു. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കിഴക്കുംകര ചിത്ര ഓഡിറ്റോറിയത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? മോസ്റ്റ് പ്രീഷ്യസ് ഇൻ ദി ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. Time is the most precious thing in the life of a human being. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കെ ശശിധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ KV സതീശൻ, സോൺ ചെയർപേഴ്സൺ കുഞ്ഞമ്പു നായർ, NR പ്രശാന്ത്, K ഗോപി എന്നിവർ സംസാരിച്ചു. സത്യൻ P സ്വാഗതവും വേണു നമ്പ്യാർ നന്ദിയും പറഞ്ഞു. തങ്കരാജ് മാണിക്കോത്ത്, വേണു നമ്പ്യാർ, മോഹനൻ കൊടവലം എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഡിവൈഎഫ്ഐ രാമഗിരി 1ാം യൂണിറ്റ് ഉന്നത വിജയികളെ അനുമോദിച്ചു. പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ രാമഗിരി 1ാം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തു നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. യൂണിറ്റ് പരിധിയിലെ 7ാം തരം വിദ്യാർത്ഥികൾക്ക് ഡിവൈഎഫ്ഐ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അനുമോദന യോഗം ജില്ലാ കമ്മിറ്റി അംഗം ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു. P രാഗേഷ് അധ്യക്ഷനായി. B ബാലകൃഷ്ണൻ, P രാജു, PK പ്രജീഷ്, K പവിത്രൻ, P പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. KV അനീഷ് സ്വാഗതവും പ്രവീൺ നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മജീഷ്യൻ രാജീവ് മേമുണ്ടയുടെ ശാസ്ത്രജാലം മാജിക് ഷോയും അരങ്ങേറി. കാസറ ടാക്കേസിന്റെ ബാനറിൽ ജിജേഷ് V ശശീന്ദ്രൻ സംവിധാനം ചെയ്ത ഭ്രാന്തം ഹ്രസ്വചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തി. പ്രമേയത്തിലെ വ്യത്യസ്തതയും അഭിനേതാക്കളുടെ പ്രകടനവും കൊണ്ട് ചിത്രം ശ്രദ്ധ നേടി. സ്കീനോഫീനിയ ബാധിച്ച 3 പേരിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഞ്ചാരമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഭ്രാന്തമായ ലോകത്ത് ഭ്രാന്തന്മാർ എന്ന് മുദ്രകുത്തിയവരാണോ യഥാർത്ഥ ഭ്രാന്തന്മാർ എന്ന ചോദ്യത്തിലൂടെയാണ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം അവസാനിക്കുന്നത്. വിനോദ ആലന്തട്ട, വിജിൻദാസ് കിനാത്തിൽ, സത്യൻ കോളിയടുക്കം, മഹേഷ് കൂത്തൂർവീട് എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. പ്രവീൺ പ്രകാശാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. ചിത്രത്തിന്റെ തിരക്കഥയും സംവിധായകൻ ജിജേഷ് V ശശിധരന്റേതാണ്. അഖിൽ രാഗാണ് എഡിറ്റിംഗ്. നാം പരതാരങ്ങളെ കണ്ട് മോഹിച്ചു അപഹരിച്ചു എന്ന് കരുതുന്നവർ നമ്മുടെ അന്തഃപുരത്തിൽ തന്നെയുണ്ട്. മോഹിച്ചതും അപഹരിച്ചതും ശരിയാണ്. എന്നാൽ അധർമ്മം ചെയ്തു എന്ന ശങ്ക നമുക്കില്ല. മൂവുലകങ്ങളിലും നാം സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലർ നമ്മുടെ മാനം കാക്കുന്ന കിടാങ്ങൾക്ക് അമ്മമാരുമായി. രംഭയുടെ ദിവ്യലാവണ്യം അരക്കന് അപ്രാപ്യമല്ലെന്ന് നാം തെളിയിച്ചു. ചെറുവത്തൂരിൽ നടന്ന ചടങ്ങിൽ ഹൃദേശ് ബംഗളം ചിത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. അക്ഷരത്തിന്റെ പേര് പോലെ പിന്നെ ആ പേരിന്റെ ഉള്ളടക്കം പറയുന്നത് പോലെ ഒരു ഭ്രാന്തനാണ് ഞാൻ, ഒരു സിനിമാ ഭ്രാന്തൻ. ഇതിലെ കഥാപാത്രങ്ങളായി അഭിനയിച്ച ആളുകൾ അവരുടെ പേര് പറയുമ്പോൾ വിനോദത്തിനെ പറഞ്ഞു, സുഹൃത്തിൻ്റെ പേര് പറഞ്ഞു, മറ്റൊരു കാസർഗോട്ടെ സുഹൃത്തിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ സംവിധായകൻ പറഞ്ഞത് ഒരു സിനിമാ ഭ്രാന്തൻ, അഭിനയ ഭ്രാന്ത് എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽപ്പെടുന്ന
ഭ്രാന്ത് ഉള്ള ഒരാളാണ് ഞാൻ. പ്രവീൺ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. PCK നമ്പ്യാർ CD ഏറ്റുവാങ്ങി. ഗംഗനൈറ്റി സംസാരിച്ചു. നിർധന രോഗികൾക്ക് സാന്ത്വനമായി ഭക്ഷണ കിറ്റും യൂണിഫോമും വിതരണം ചെയ്തു. നീലേശ്വരം കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് സംഘാടകർ. അവരിൽ ഒരാളെ വന്നാൽ ആവുന്ന പരമാവധി ആശ്വാസവും ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവർക്ക് നമ്മുടെ സഹജീവി എന്ന നമ്മുടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മക്കൾക്കായിരുന്നു സഹായ വിതരണം. മാണിക്കോത്ത് ലക്ഷ്മണൻ യൂണിഫോം വിതരണം ചെയ്തു. കടിഞ്ഞുമൂല പ്രതിമ ക്ലബിന്റെ സാമ്പത്തിക സഹായം പ്രസിഡന്റ് M ഗംഗാധരൻ മാസ്റ്റർ, പാലിയേറ്റീവ് ട്രഷറർ രാജമോഹൻ നായർക്ക് നൽകി. രോഗികൾക്കാവശ്യമായ ബെഡ് പാഡ് AC നന്ദകുമാറിൽ നിന്ന് M പുഷ്പലത ഏറ്റുവാങ്ങി. P ഷാജിത്ത് അധ്യക്ഷനായി. M മഞ്ജുനാഥ പ്രഭു, C പ്രഭാകരൻ, KTN രമേശൻ നായർ എന്നിവർ പ്രസംഗിച്ചു. KV പ്രസാദ് സ്വാഗതവും C മുരളീധരൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാക്ഷരതയുടെ തിളക്കത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ. നഗരസഭയിലെ 90% മുകളിൽ ആളുകൾ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ചു. തുടർച്ചയായി 3-ാം ദിവസവും വൈദ്യുതിയില്ല. നാടൊന്നടങ്കം ഇരുട്ടിൽ തപ്പുന്നു. നോമ്പുതുറ വിഭവങ്ങൾക്കിടയിൽ താരമായി മധുരമൂറും വിദേശ ഇനം പഴവർഗ്ഗങ്ങൾ. കാസർഗോഡ് ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴ കൊടുക്കേണ്ടി വരും. പിഴ ചുമത്തുന്നത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാതെ. പുതുതലമുറയ്ക്ക് താളിയോര ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പുസ്തക പ്രദർശനം. തണലേകാൻ ഇനി മരങ്ങളുണ്ടാകില്ല. പടന്നക്കാട് മരങ്ങളെ ആണിയടിച്ച് കൊല്ലാൻ ശ്രമം. പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി ഭ്രാന്തം ഹ്രസ്വചിത്രം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.